നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ നീരുൾ നിറം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലൻ നീരുൾ നിറം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇവിടുന്ന് തന്ന ഭാഗ്യത്തിനായി ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പൊന്നുകരം ഞങ്ങളെ ചേർത്ത് പിടിക്കണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും രോഗങ്ങളും അങ്ങയുടെ പാദപിടിച്ചിൽ ഏൽപ്പിച്ചു തരികയാ. എൻ്റെ ദൈവം ഞങ്ങൾക്ക് സകലത്തിനും മതിയായവനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നാളിൽ ലജിച്ചു പറഞ്ഞ് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. സ്വർഗം മാനിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും കുറ്റങ്ങളൊക്കെയും ക്ഷമിച്ച് ആകായ്മകൾ പോരായ്മകൾ നന്ദികേടുകൾ ഓർക്കാതെ വണ്ണം വിശ്വസ്തനായ ദൈവം ഇന്ന് വരെ ഞങ്ങളെ പരിപാലിച്ച് നിലനിർത്തിയെങ്കിൽ പിന്നെയും കരുണയോടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ നല്ല ബുദ്ധി ജ്ഞാനമുള്ളവരായി ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്നവർ, OETയും IELTSും ജർമ്മനും പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും കമ്മിറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളെ, കർത്താവെ, മെഡിക്കൽ കഴിഞ്ഞിരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ജീവിതങ്ങൾ, ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്ന മക്കളെ ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നല്ല റിസൾട്ട് തന്ന് അനുഗ്രഹിച്ച കുഞ്ഞുങ്ങളെ സ്തോത്രത്തോടെ നന്ദിയോടെ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് വഴി തുറക്കുന്ന ദൈവമാ. ശത്രു അടച്ചതൊക്കെയും ഓരോ മക്കളുടെയും മുമ്പിൽ തുറക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ജൂലൈ 26-ാം തീയതിയും 28-ാം തീയതിയും നടക്കണമെന്ന പരീക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അമൽമോനെയും അവൻ്റെ കൂട്ടുകാരെയും ഏൽപ്പിക്കുന്നു. നിതിന്മോനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാദഷായിക്കായി പ്രാർത്ഥിക്കുന്നു. ജിജോമനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹന്നാമോളെയും ഏൽപ്പിക്കുന്നു. നല്ല ജയം നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. ആമൻ എഴുതിയ എല്ലാ സബ്ജക്റ്റിൻ്റെ മേലും നല്ല മാർക്ക് നൽകിയവളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലിക്കായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. തൻ്റെ പൈതലിനതും നൽകി മാനിക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ജോലി ആഗ്രഹിച്ച് വീണ്ടും പ്രാർത്ഥന ചോദിച്ച ജീവിതങ്ങളുടെ സലിൽമാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് സ്വർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. അങ്ങ് വഴി തുറക്കുന്ന ദൈവമാണ്. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾ ഒരു നാളിൽ ലജിച്ചു പറഞ്ഞ് സമ്മതിക്കുന്ന ദൈവമല്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമാണ്. ഇന്നും കേൾപ്പാൻ കഴിയാതെണ്ണ കാത് മന്ദമായിട്ടില്ല, സഹായിപ്പാൻ കഴിയാതെണ്ണ കരം കുറുതല്ല. അടിയങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വീണ്ടും എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ ജീവിതങ്ങളെ നീ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി തൻ്റെ മക്കളുടെ മേൽ അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, സമയ ഹല്ലേലൂയ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളും സഹോദരിമാരും കുഞ്ഞുങ്ങളുണ്ടപ്പാ. മാനസാന്തരത്തിന് വേണ്ടി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നതിന് ജൽപ്പനമായി തീരുവാൻ ഇടയാകാതെ വണ്ണം പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നീ അവിടുന്ന് കുഞ്ഞുങ്ങളെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ.
അജേഷ്മനായി അഭിലേഷനായി പ്രാർത്ഥിക്കുന്നു. അമ്പിളിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിജിത്തിനായി പ്രാർത്ഥിക്കുന്നു. മണിക്കായി മനുവിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സമയം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോടുത്തി അനുഗ്രഹം ഇറങ്ങണമേ. അഭിജിത്തിന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. ഒരു ഉത്തരവാദിത്വ ബോധം അവന് നൽകണമേ കർത്താവെ. മനസ്സലിയണമേ. നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരുടെ ഉദാസീനതയും മടിയും മാറ്റണമേ. ശാരീരിക മാനസികമായ അവസ്ഥകളെ അറിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമെന്ന് നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹപ്രായമായ മക്കൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവെ, മാതാപിതാക്കളെ സ്നേഹിപ്പാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ. എൻ്റെ ദൈവമാത ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ. വീടിനോട് ചേർന്ന കർത്താവ് പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ഒരു ജോലി ലഭിക്കേണ്ട ജീവിതമുണ്ടപ്പാ. തൻ്റെ മകന് വേണ്ടി അത്ഭുത വഴി തുറക്കണമേ. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയും പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോർമലായി വളരണം കർത്താവെ. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഭാരവുമായി തീരുവാൻ അനുവദിക്കാതെ, അവരൊരു പരിഹാസപാത്രമായി തീരുവാൻ അനുവദിക്കാതെ തമ്പുരാൻ്റെ കരുണയുടെ കരം ആ കുഞ്ഞുങ്ങളെ തൊടണമേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. മാനസാന്തരം ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ജീവിതങ്ങളുണ്ട് എൻ്റെ കർത്താവേ. ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ, ഈ കർത്താവിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, ദൈവകൃപയിലായി തീരുവാൻ ദൈവം ഓരോ മക്കളെയും ഇടയാക്കണമെന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തോണേ കർത്താവെ. കഴിഞ്ഞ ദിവസകാലം ഹല്ലേലൂയ ഒരു കടയും ബിസിനസ്സിനും ആരംഭിച്ച ജീവിതമുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ചു. അടിയൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സ്വർഗം മാനിക്കണമേ. അവരുടെ ഉപജീവനമാർഗ്ഗത്തിൻ്റെ വഴിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ഒരു കഷ്ടനഷ്ടം കൂടാതെ അവരുടെ നന്മയ്ക്കായി, ഉപജീവന മാർഗത്തിനായി, അവരുടെ സകല ഭാരവും ഒഴിയേണ്ടതിനായി സ്വർഗം അതിനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. നന്ദി, നന്ദി കർത്താവെ, നന്ദി. ആമേൻ. ഹല്ലേലൂയ. എല്ലാ വിഷയവും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. മനസ്സലിവും കരുണയുമുള്ള ദൈവം അറിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അങ്ങനെ കർത്താവെ, സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം നൽകണമേ. നല്ല കുടുംബജീവിതം നയിച്ച് മുന്നേറുവാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ കർത്താവെ. ഭവനം പണിയുന്നവർക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. യാത്ര പോകുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. എല്ലാ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ. ആപത്തപകടങ്ങളിൽ എല്ലാവരെയും വിടുവിക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ചാട്ട്. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിച്ചാട്ട്. ആമൻ. സ്വർഗീയ സമാധാനത്തിൽ ഞങ്ങളെയെല്ലാം നടത്തിക്കാട്ട്. ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം കൂടെ ഇരുന്നാട്ട്. ശാരീരിക മാനസികമായി ഞങ്ങളെ സമാധാനത്തിൽ നടത്തിക്കാട്ട് കർത്താവെ. പൊന്നീരം എപ്പോഴും ചേർത്ത് പിടിച്ചെടുത്ത ആലോചനയിൽ ഞങ്ങളെ നടത്തണം. എല്ലാം ദൈവനാമ മഹത്വീകരിപ്പാൻ ഇടയാക്കണം. തുടർന്നും എല്ലാം പ്രാർത്ഥനകളിൽ ഓർക്കുവാൻ, ആമേൻ കർത്താവെ, തുടർന്ന് പ്രാർത്ഥിപ്പാൻ അടിയനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.